സ്വാഗതം പേജ് 10 സ്റ്റോറീസിലേക്ക്. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ന്യൂയോർക്കിലേക്ക് യാത്ര ചെയ്ത വിമാന റൂട്ടാണ് ഈ ചിത്രത്തിലുള്ളത്. സാധാരണയിൽ നിന്ന് 600 കിലോമീറ്റർ അധികം പറന്നാണ് നെതന്യാഹു സെപ്റ്റംബറിൽ നടന്ന ഐക്യരാഷ്ട്രസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോയത്. അന്ന് തന്നെ അത് വലിയ വാർത്തയായിരുന്നു. ഫ്രാൻസ്, സ്പെയിൻ, പോർച്ചുഗൽ തുടങ്ങിയ രാജ്യങ്ങളുടെ വ്യോമ അതിർത്തി പൂർണ്ണമായി ഒഴിവാക്കി മെഡിറ്ററേനിയൻ കടൽ വഴി വളഞ്ഞാണ് യാത്ര ചെയ്തത്. എന്താണ് അതിന് കാരണം? അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി പുറപ്പെടുവിച്ചിരിക്കുന്ന അറസ്റ്റ് വാറന്റിനെ പേടിച്ചാണ് നെതന്യാഹുവിന്റെ ഈ റൂട്ട് മാറ്റം. ഇതിപ്പോൾ പറയാൻ കാരണം നെതന്യാഹുവിനെതിരെ തൊയ്ബ് എർദോഗന്റെ തുർക്കി പ്രഖ്യാപിച്ചിരിക്കുന്ന അറസ്റ്റ് വാറന്റിന്റെ പശ്ചാത്തലത്തിലാണ്. അതായത് തുർക്കിയുടെ അറസ്റ്റ് വാറന്റിൽ വലിയ കാര്യമൊന്നും ഇല്ല എന്ന് വാദിക്കുന്നവരാണ് നെതന്യാഹു അനുകൂലികൾ. എന്നാൽ അതല്ല, തുർക്കിയുടെ അറസ്റ്റ് വാറന്റിൽ ചില കാര്യങ്ങളുണ്ട്. അതിൽ നെതന്യാഹുവിനെ തീർത്തും കുഴപ്പത്തിലാക്കുന്ന ചിലതുണ്ട്. ന്യൂയോർക്കിൽ സുഹ്റാൻ മംദാനിയുടെ വിജയത്തിലൂടെ അമേരിക്കയിലാകെ ഉരുത്തിരിഞ്ഞിട്ടുള്ള പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിന്റെ പശ്ചാത്തലത്തിൽ തുർക്കിയുടെ അറസ്റ്റ് വാറന്റിൽ നെതന്യാഹുവിനെ സംബന്ധിച്ച ചില പ്രത്യാഘാതങ്ങളുണ്ട്. നെതന്യാഹു പെട്ടുപോകുന്ന ഈ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിശദീകരിക്കുകയാണ് ഈ വീഡിയോയിലൂടെ. അതായത് ഗാസ വിഷയത്തിൽ വെറുതെ ഇരിക്കാൻ താൻ ഒരുക്കമല്ല എന്ന് തെളിയിച്ചുകൊണ്ട് വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ് തുർക്കി പ്രസിഡന്റ് തൊയ്ബ് എർദോഗൻ. നെതന്യാഹുവിനെതിരെ ഗാസ വംശഹത്യയിൽ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചുകൊണ്ട് എർദോഗൻ നടത്തിയത് കരുത്തുറ്റ ഒരു നയതന്ത്ര നീക്കമാണ് എന്ന് തന്നെ പറയാം. ഇത് എർദോഗനെ സംബന്ധിച്ചും തുർക്കിയെ സംബന്ധിച്ചും മധുര പ്രതികാരവുമാണ്. ഗാസ പുനർനിർമ്മാണത്തിൽ നിന്ന് തുർക്കിയെ മാറ്റി നിർത്തണമെന്ന് വാശി പിടിക്കുന്ന നെതന്യാഹുവിനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന നീക്കം, അല്ലെങ്കിൽ തന്നെ തുർക്കി സമീപകാലത്ത് നടത്തുന്ന ചില രഹസ്യ നീക്കങ്ങളുടെ പേടിയിലാണ് നെതന്യാഹു. അതിനൊപ്പമാണ് പുതിയ അറസ്റ്റ് വാറന്റ്. ഗാസയ്ക്ക് പുറമെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലാതെ ലെബനോനിലും നെതന്യാഹു ആക്രമണം നടത്തുന്ന പശ്ചാത്തലത്തിൽ തുർക്കിയെ പിന്തുടർന്ന് മറ്റു ചില രാജ്യങ്ങളും സമാന നീക്കം നടത്താനുള്ള സാധ്യതയാണ് അന്താരാഷ്ട്ര രംഗത്തുള്ളവർ മുന്നിൽ കാണുന്നത്. ആദ്യം തുർക്കിയുടെ നീക്കം തന്നെ നമുക്ക് വിശദമായി പരിശോധിക്കാം. നെതന്യാഹുവിന് പുറമെ മറ്റ് മുതിർന്ന ഇസ്രയേലി ഉദ്യോഗസ്ഥർക്കെതിരെ വംശഹത്യയുടെ പേരിൽ അറസ്റ്റ് വാറന്റുകൾ പുറപ്പെടുവിച്ചു എന്നാണ് തുർക്കി അറിയിച്ചിരിക്കുന്നത്. ഇസ്താംബുൾ പ്രോസിക്യൂട്ടറുടെ ഓഫീസ് വെള്ളിയാഴ്ച പുറത്തിറക്കിയ പ്രസ്താവന പ്രകാരം 37 പ്രതികളുടെ പട്ടികയിൽ ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സ്, ദേശീയ സുരക്ഷാ മന്ത്രിയും പലസ്തീനി തടവുകാരെ നിരന്തരം ദ്രോഹിക്കാൻ ആഹ്വാനം ചെയ്യുന്ന ആളുമായ ഇറ്റാമർ ബെൻഗുറും ആർമി ചീഫ് ലഫ്റ്റനന്റ് ജനറൽ അയാൽ സമീറും ഉൾപ്പെടുന്നു. പൂർണ്ണമായ പട്ടിക പിന്നീട് പ്രസിദ്ധീകരിക്കുമെന്നാണ് തുർക്കി അറിയിച്ചിരിക്കുന്നത്. ഇവർ നടത്തുന്നത് വംശഹത്യയും മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങളുമാണെന്നാണ് തുർക്കിയുടെ കുറ്റപത്രം. ജനവാസ കേന്ദ്രങ്ങളിൽ നടത്തുന്ന ആക്രമണങ്ങൾക്ക് പുറമെ ചികിത്സയും ദുരിതബാധിതർക്ക് സഹായവും ഇസ്രയേൽ നിഷേധിക്കുകയാണ്. ഇതെല്ലാം മനുഷ്യരാശിക്കെതിരെയുള്ള ക്രൂരതയാണ്. ഗാസ മുനമ്പിൽ തുർക്കി നിർമ്മിച്ച തുർക്കിഷ് പലസ്തീനിയൻ ഫ്രണ്ട്ഷിപ്പ് ഹോസ്പിറ്റലും ഇസ്രയേൽ തകർത്തുവെന്ന് തുർക്കി ഈ അറസ്റ്റ് വാറന്റിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. നമുക്കറിയാം, തുർക്കി കൂടി പങ്കെടുത്ത മധ്യസ്ഥ ചർച്ചയിലൂടെയാണ് ഗാസയിൽ വെടിനിർത്തലിനുള്ള ആദ്യഘട്ട തീരുമാനം ഉണ്ടായിട്ടുള്ളത്. മധ്യസ്ഥ ചർച്ചയിൽ ആദ്യമായി പങ്കെടുത്ത തുർക്കി പ്രതിനിധികൾ മുന്നോട്ട് വെച്ച ക്രിയാത്മകമായ നിർദ്ദേശങ്ങളെ തുടർന്നാണ് ചർച്ച ഫലപ്രാപ്തിയിൽ തന്നെ എത്തിയത്. ഇതിനെ തുടർന്ന് ട്രംപ് തന്നെ തൊയ്ബ് എർദോഗനെ പ്രശംസിക്കുകയും ചെയ്തിരുന്നു. മാത്രമല്ല, ഗാസ സമാധാന സേനയിൽ തുർക്കി ഉണ്ടാകണമെന്ന നിലപാടും ട്രംപ് അന്ന് പറഞ്ഞിരുന്നു. എന്നാൽ മധ്യസ്ഥ ചർച്ചയിൽ തുർക്കി പങ്കെടുക്കുന്നതിൽ നെതന്യാഹുവിന് ആദ്യം മുതൽ തന്നെ വലിയ എതിർപ്പായിരുന്നു. പിന്നീട് ട്രംപിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് നെതന്യാഹു തുർക്കിയുടെ മധ്യസ്ഥ ചർച്ചയിലുള്ള പങ്കാളിത്തത്തിന് സമ്മതം മൂളിയത്. എന്നാൽ ഗാസ സേനയിൽ തുർക്കിയെ ഉൾപ്പെടുത്തണമെന്ന ട്രംപിന്റെ നിർദ്ദേശം അംഗീകരിക്കാൻ നെതന്യാഹു ഇതുവരെ തയ്യാറായിട്ടുമില്ല. മാത്രമല്ല, വലിയ എതിർപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്തു. തുർക്കിക്ക് ഗാസയിൽ നിർമ്മാണപരമായ വലിയ പങ്ക് വഹിക്കാനുണ്ടെന്ന് ഇസ്രയേൽ സന്ദർശിച്ച അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസും പറഞ്ഞിരുന്നു. എന്നിട്ടും തുർക്കി സൈന്യം സമാധാന സേനയിൽ ഉണ്ടാകരുത് എന്ന് അമേരിക്കയോടും ഈജിപ്തിനോടും നെതന്യാഹു ആവർത്തിച്ച് ആവശ്യപ്പെട്ടു. ഇതോടെ ഇസ്രയേൽ സമ്മതിക്കുന്നവർ മാത്രമേ സമാധാന സേനയിൽ ഉണ്ടാകൂ എന്ന് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി നിലപാട് സ്വീകരിക്കുകയും ചെയ്തിരുന്നു. തുർക്കിക്ക് പകരം പാക് സൈന്യം ഗാസ സേനയിൽ എത്തുമെന്നും അതിന് പാക് സേനാ മേധാവി അസീം മുനീർ സമ്മതം മൂളിയെന്നും പിന്നാലെ ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നു. എർദോഗനോടുള്ള പേടിയാണ് നെതന്യാഹുവിനെ ഇത്തരം നിലപാട് സ്വീകരിക്കുന്നതിലേക്ക് നയിക്കുന്നത് എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. കാരണം ഹമാസുമായി നല്ല ബന്ധത്തിലുള്ള തുർക്കി ഗാസയിലെ സേനയിലേക്ക് എത്തിയാൽ തങ്ങളുടെ കുതന്ത്രങ്ങൾ അവിടെ നടക്കില്ല എന്ന് നെതന്യാഹുവിന് നന്നായി അറിയാം. തുർക്കിക്കുള്ളത് കരുത്തുറ്റ സൈന്യവുമാണ്. മാത്രമല്ല, മറ്റ് യുദ്ധമേഖലകളിൽ പ്രവർത്തിച്ച് പരിചയവും ഈ സേനയ്ക്കുണ്ട്. ഒപ്പം തുർക്കിയുടെ നയതന്ത്ര സംഘവും വളരെ ശക്തമാണ്. ഇതെല്ലാം നെതന്യാഹുവിനെ പേടിപ്പിക്കുന്ന സംഗതികളാണ്.
മാത്രമല്ല, ഈജിപ്തിൽ നടന്ന സമാധാന സമ്മേളനത്തിൽ നെതന്യാഹു പങ്കെടുക്കുന്നതിനെ തടഞ്ഞത് എർദോഗന്റെ കൃത്യവും ശക്തവുമായ നിലപാടായിരുന്നു. ഇതിന്റെ ഈർഷ്യയും നെതന്യാഹുവിന്റെ മനസ്സിലുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ഗാസ സേനയിലേക്ക് തുർക്കി വേണ്ട എന്ന് നെതന്യാഹു വാശി പിടിക്കുന്നത്. എന്നാൽ നെതന്യാഹുവിന്റെ ഈ നിലപാട് ഇതുവരെ ട്രംപ് അംഗീകരിച്ചിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. തുർക്കിയുടെ അറസ്റ്റ് വാറന്റ് നീക്കത്തെ ഏകാധിപതിയായ എർദോഗന്റെ PR സ്റ്റണ്ട് എന്നൊക്കെ പറഞ്ഞ് വിമർശിക്കുകയാണ് ഇസ്രായേൽ. തുർക്കിയുടെ അറസ്റ്റ് വാറന്റ് പ്രവൃത്തിയിൽ വരുത്താൻ കഴിയുക നെതന്യാഹു തുർക്കിയിൽ വന്നാൽ മാത്രമാണ്. അത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത ഒരു കാര്യവുമാണ്. അതുകൊണ്ട് തന്നെ തുർക്കിയുടെ അറസ്റ്റ് വാറന്റ് പ്രതീകാത്മകമാണെന്ന് ആ നിലയ്ക്ക് പറയാം. പക്ഷെ അപ്പോഴും നെതന്യാഹുവിനെ സംബന്ധിച്ച് അന്താരാഷ്ട്ര സമ്മർദ്ദം കൂട്ടുന്ന നടപടിയാണ് തുർക്കിയുടെ പുതിയ സർജിക്കൽ സ്ട്രൈക്ക്. കാരണം നിലവിൽ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ നിന്നും നെതന്യാഹുവിനെതിരെ അറസ്റ്റ് വാറന്റ് നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്, പശ്ചാത്തലമുണ്ട്. മാത്രമല്ല, അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ഇസ്രായേലിനെതിരെ ദക്ഷിണാഫ്രിക്ക ഫയൽ ചെയ്ത വംശഹത്യാ കേസിൽ തുർക്കിയും ഭാഗവാക്കാണ്. ഇതെല്ലാം അന്താരാഷ്ട്ര തലത്തിൽ ഇസ്രായേലിനെ കൂടുതൽ ഒറ്റപ്പെടുത്തുന്ന നടപടികളാണ്. നമുക്കറിയാം, ഇപ്പോൾ തന്നെ അമേരിക്ക മാത്രമാണ് ഇസ്രായേലിനെ ഗാസ വിഷയത്തിൽ പിന്തുണയ്ക്കുന്ന ഏക രാജ്യം. ബാക്കി ഒട്ടുമിക്ക രാജ്യങ്ങളും ഇസ്രായേലിന് എതിരാണ്. യൂറോപ്യൻ രാജ്യങ്ങൾ വരെ ഇസ്രായേലുമായുള്ള നയതന്ത്ര ബന്ധങ്ങൾ റദ്ദ് ചെയ്ത നിലയിലുമാണ്. മാത്രമല്ല, പലസ്തീൻ രാഷ്ട്രത്തെ അനുകൂലിക്കുന്ന നിലപാടും അവർ സ്വീകരിക്കുന്നു. യൂറോപ്യൻ യൂണിയൻ ഇസ്രായേലിനെതിരെ കടുത്ത ഉപരോധം പരിഗണിക്കുകയുമാണ്. സാമ്പത്തിക ശക്തികളായ G7 രാജ്യങ്ങളിൽ ഭൂരിഭാഗവും ഇസ്രായേലിനെതിരാണ്. അതുകൊണ്ട് തന്നെ തുർക്കിയുടെ ചുവട് പിടിച്ച് മറ്റ് രാജ്യങ്ങൾ, പ്രത്യേകിച്ച് റഷ്യ, ചൈന, ഇറാൻ തുടങ്ങിയ രാജ്യങ്ങളും ഫ്രാൻസ്, ബ്രിട്ടൻ, സ്പെയിൻ, കാനഡ പോലുള്ള യൂറോപ്യൻ രാജ്യങ്ങളും അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കുമോ എന്ന പേടിയിലാണ് ഇസ്രായേൽ ഉള്ളത്. അങ്ങനെയെങ്കിൽ ഈ രാജ്യങ്ങളുടെ മുകളിലൂടെയുള്ള വ്യോമപാത നെതന്യാഹുവിന് ഉപയോഗിക്കാൻ കഴിയാതെ വരും. ആദ്യം നമ്മൾ സൂചിപ്പിച്ചതുപോലെ ICC അറസ്റ്റ് വാറന്റ് വന്നതിന് ശേഷം പലപ്പോഴും ICC അംഗരാജ്യങ്ങളുടെ വ്യോമപാതകൾ ഒഴിവാക്കിയാണ് നെതന്യാഹു യാത്ര ചെയ്യുന്നത്, അല്ലെങ്കിൽ നെതന്യാഹുവിന്റെ വിമാനം പോകുന്നത്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ നെതന്യാഹു പ്രോസ്റ്റേറ്റ് ശസ്ത്രക്രിയ കഴിഞ്ഞ ആഴ്ചകൾക്കകം വാഷിംഗ്ടണിലേക്ക് പോയിരുന്നു. അന്ന് അറസ്റ്റ് ഭയന്ന് വിമാനം US സൈനിക താവളങ്ങൾക്ക് സമീപമുള്ള വ്യോമപാതയിലൂടെ മാത്രമാണ് പറത്തിയത്. ഏപ്രിലിൽ ഹംഗറിയിലെ ബുഡാപെസ്റ്റിൽ നിന്ന് വാഷിംഗ്ടണിലേക്കുള്ള നെതന്യാഹുവിന്റെ യാത്രയിൽ സാധാരണ റൂട്ടിനേക്കാൾ 400 കിലോമീറ്റർ അധികം പറന്നു. അയർലൻഡ്, ഐസ്ലൻഡ്, നെതർലൻഡ്സ് തുടങ്ങിയ ICC വാറന്റ് നടപ്പാക്കാൻ സാധ്യതയുള്ള രാജ്യങ്ങളുടെ വ്യോമ അതിർത്തി പൂർണ്ണമായും ഒഴിവാക്കാനായിരുന്നു ഇത്. പകരം പോയത് ക്രൊയേഷ്യ, ഇറ്റലി, ഫ്രാൻസ് എന്നീ രാജ്യങ്ങളുടെ മുകളിലൂടെയാണ്. ഇപ്പോഴാണെങ്കിൽ ഫ്രാൻസും നെതന്യാഹുവിനെ എതിർക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ 125 അംഗരാജ്യങ്ങളാണുള്ളത്. ഈ രാജ്യങ്ങൾ നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്ത ICCയുടെ ആസ്ഥാനമായ ഹേഗിലേക്ക് കൈമാറാൻ സാധ്യതയുണ്ട്. ഇതാണ് ഇസ്രയേലിനെ ഭയപ്പെടുത്തുന്നത്. പ്രത്യേകിച്ച് അയർലൻഡും സ്പെയിനും ICCയുടെ അറസ്റ്റ് വാറന്റ് തങ്ങൾ നടപ്പാക്കുമെന്ന് ഉറച്ച പ്രഖ്യാപനം നടത്തിയ ഒരു സാഹചര്യം കൂടിയുണ്ട്. ഈ നിലപാടിലേക്ക് മറ്റ് രാജ്യങ്ങളും എത്തുമോ എന്നുള്ള പേടിയാണ് ഇസ്രയേലിനുള്ളത്. മറ്റൊരു സാഹചര്യം, പലസ്തീൻ അനുകൂല നിലപാട് സ്വീകരിച്ച സൊഹ്റാൻ മംദാനിയുടെ ന്യൂയോർക്കിലെ രാഷ്ട്രീയ വിജയം മറ്റ് രാജ്യങ്ങളുടെ നിലപാടുകളെ സ്വാധീനിക്കാനുള്ള സാധ്യതയാണ്. പ്രത്യേകിച്ചും സ്പെയിൻ, ഫ്രാൻസ്, ഇറ്റലി, ബ്രിട്ടൻ തുടങ്ങിയ രാജ്യങ്ങളിൽ ഈ ഒരു നിലപാടിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നെതന്യാഹു ന്യൂയോർക്കിൽ കാലുകുത്തിയാൽ അറസ്റ്റ് ചെയ്യുമെന്നാണ് മംദാനിയുടെ പ്രഖ്യാപനം. ന്യൂയോർക്ക് മേയർക്ക് മറ്റൊരു രാജ്യത്തിന്റെ ഭരണാധികാരിയെ അറസ്റ്റ് ചെയ്യാൻ അധികാരമില്ല എന്നത് മറ്റൊരു കാര്യമാണ്. അതിന് അമേരിക്കൻ ഭരണകൂടം തന്നെ തീരുമാനമെടുക്കണം. ട്രംപ് അങ്ങനെ ഒരു തീരുമാനം, അതായത് നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യുന്ന ഒരു തീരുമാനം എടുക്കില്ല. മാത്രമല്ല, അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ അമേരിക്കയും ഇസ്രയേലും അംഗവുമല്ല. പക്ഷേ സൊഹ്റാൻ മംദാനി നെതന്യാഹുവിനെതിരെ നിലപാട് പ്രഖ്യാപിക്കുമ്പോൾ അതിലൂടെ കൃത്യമായ രാഷ്ട്രീയ സന്ദേശമാണ് അദ്ദേഹം നൽകാൻ ഉദ്ദേശിക്കുന്നത്. അത് മറ്റ് പലസ്തീൻ അനുകൂല രാജ്യങ്ങളുടെ ഭരണ നേതൃത്വങ്ങളെ സ്വാധീനിക്കുന്നതാണ്. അല്ലെങ്കിൽ തന്നെ മംദാനിയുടെ വിജയം, അതും ജൂതർ ഒരുപാടുള്ള ന്യൂയോർക്കിലെ വിജയം, മറ്റു പല ജൂത സാന്നിധ്യമുള്ള രാജ്യങ്ങളെയും സ്വാധീനിക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. സോഷ്യലിസ്റ്റ് നിലപാടുകളിലേക്ക് പല രാജ്യങ്ങളും നീങ്ങാനും സാധ്യതയുണ്ട്. കാരണം കാലം അത് ആവശ്യപ്പെടുന്നുണ്ട് എന്നതാണ് ചില നേതാക്കളുടെ തിരിച്ചറിവ്. മാത്രമല്ല, അമേരിക്കയിൽ ട്രംപ് വിരുദ്ധ ഡെമോക്രാറ്റിക് അനുകൂല കാറ്റ് വീശുകയാണ്. ഡെമോക്രാറ്റിക് പാർട്ടിയിൽ സൊഹ്റാന്റെ വിജയത്തോടെ ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റുകളുടെ സ്വാധീനവും കൂടിയിട്ടുണ്ട്. കമല ഹാരിസും അതിനൊപ്പം ചേർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അമേരിക്കൻ ഭരണകൂടം അടുത്ത തെരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റുകൾ പിടിക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ മുന്നിലുള്ളത്. അതായത് ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റുകൾക്ക് സ്വാധീനമുള്ള ഡെമോക്രാറ്റിക് പാർട്ടി അമേരിക്കൻ ഭരണം കൈയാളിയാൽ ബേർണി സാൻഡേഴ്സിനെ പോലുള്ള കരുത്തുറ്റ നെതന്യാഹു വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്നവർ കാര്യങ്ങൾ തീരുമാനിച്ചാൽ
നെതന്യാഹുവിന് അത് കുഴപ്പമാവുക തന്നെ ചെയ്യും. മറ്റു രാജ്യങ്ങളും തുർക്കിയെ പിന്തുടർന്ന് അറസ്റ്റ് വാറന്റ് പ്രഖ്യാപിച്ചാൽ നെതന്യാഹുവിന് വിമാനത്തിൽ നിന്ന് ഇറങ്ങാൻ തന്നെ സമയം കിട്ടാത്ത സ്ഥിതി വരും. അത്രത്തോളം പറക്കേണ്ടി വരും. അല്ലെങ്കിൽ ഇസ്രയേലിൽ തന്നെ ഒതുങ്ങിക്കൂടേണ്ടി വരും. മാത്രമല്ല, അന്താരാഷ്ട്ര തലത്തിൽ ഇപ്പോഴുള്ളതിനേക്കാൾ വലിയ സമ്മർദ്ദവും ഉയർന്നു വരാനാണ് സാധ്യത. ആശാവഹമായ രാഷ്ട്രീയ സാഹചര്യം അന്തർദേശീയ തലത്തിൽ ഉരുത്തിരിയുമോ എന്നതാണ് നമ്മൾ ഇനി നോക്കിക്കാണേണ്ടത്. എന്താണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം? കമൻറ്റ് ചെയ്യുക. വാട്സപ്പിൽ പേജ് 10 സ്റ്റോറീസ് വീഡിയോകൾ നേരിട്ട് കിട്ടാൻ കമൻറ്റ് ബോക്സിലുള്ള ലിങ്കുകൾ ക്ലിക്ക് ചെയ്ത് വാട്സപ്പ് ചാനലിലോ അല്ലെങ്കിൽ ഗ്രൂപ്പിലോ അംഗമാകാം. നന്ദി, നമസ്കാരം.